ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെയൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാശി അംഗൻവാടിയിലൊക്കെ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അവൻ പോകുന്നതിന് അവൻ്റെ 10:15 ആകുമ്പോഴത്തേക്കാണ് അംഗൻവാടിയിൽ ആക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടാണ് പുഴുങ്ങാനായിട്ട് ഇട്ടത്. അതാകുമ്പോൾ പിന്നെ അധികം ഗ്യാസ് ചിലവാകാതെ തന്നെ പെട്ടെന്ന് തന്നെ പുഴുങ്ങി കിട്ടും. പിന്നെ ഇപ്പുറത്തെ അടുപ്പിലായിട്ട് ഒരു ഏത്തയ്ക്ക വെളിച്ചെണ്ണയിൽ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാശിക്ക് അംഗൻവാടിയിൽ പോകുമ്പം ഏത്തയ്ക്ക വറുത്തതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ വറുക്കാനായിട്ട് ഇട്ടതാണ്. പിന്നെ ഒരു ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തിരിപ്പുണ്ടായിരുന്നു. അത് ഇത്രയും പഴുത്തത് ഇങ്ങനെ നേരിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് രാവിലെ കഴിക്കാനായിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇതേപോലെ ഏത്തയ്ക്ക വെച്ചിട്ടൊക്കെ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് മുമ്പ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുമായിരുന്നു, വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുന്നതാണ്. അന്ന് തീരെ വണ്ണമില്ലാത്ത സമയമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായി ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് ഏത്തപ്പഴം ഇങ്ങനെ പഴുത്തിരുന്നത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴവും പിന്നെ കുറച്ച് ജൂനിയർ ഹോർലിക്സിൻ്റെ പൊടി, എന്തെങ്കിലും ഒരു പൊടി ഇടണമല്ലോ, അപ്പോൾ കുറച്ച് ജൂനിയർ ഹോർലിക്സിൻ്റെ പൊടിയും പാലും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അധികം സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ആ ഏത്തപ്പഴം ഒന്ന് വേസ്റ്റ് ആവാതെ കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കിയെടുത്തതാണ്. ഇപ്പോൾ ഇതിൽ നട്ട്സും കാര്യങ്ങളും ഒന്നും ചേർത്തില്ലെങ്കിലും തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ അതാണ് ഞാൻ രാവിലെ കഴിച്ചത്. പിന്നെ കാശി അംഗൻവാടിയിലൊക്കെ ആക്കിയായിരുന്നു. കാശിയെ രാവിലെ കുളിപ്പിച്ചും പിന്നെ കഴിക്കാനൊക്കെ കൊടുത്തും അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ മീൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ചുമന്ന കളറിലെ മീനും ഇതിന് പലയിടവും പല പേരൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ അത് ഇപ്പുറത്തായിട്ട് അത് ചെറുതായിട്ട് തൊലി ഇങ്ങനെ കളയുന്ന മീനാണ്. ഈ വാൽഭാഗത്തൊക്കെ നന്നായിട്ട് കട്ടിയുള്ള തൊലിയുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ തൊലിയും കൂടെ കളഞ്ഞെടുക്കണം. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാണ് ഇത്രയും മീൻ വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയത്. മെയിനായിട്ടും ഈ മീനൊന്നും എല്ലാവരും ഒന്നും കഴിക്കത്തില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മീൻ 1 കിലോ വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു. അങ്ങനെ ഇതിൽ പിന്നെ ചെതുമ്പലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തെറിക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അടുക്കളയിൽ വെച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും തൊലിയും കൂടെ ഒക്കെ കളഞ്ഞെടുക്കേണ്ടതുകൊണ്ട് ഒരിത്തിരി പാടായിരുന്നു. കുറച്ചധികം മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ആ മീൻ ഞാൻ പിന്നെ അടുക്കളയിൽ വെച്ച് കണ്ടിച്ചെടുത്തിട്ടും പിന്നെ ഈ മീനുണ്ടല്ലോ ഇതിന് ഭയങ്കര ചെതുമ്പലാണ്, അതുപോലെ ഭയങ്കരമായിട്ട് തെറിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മുറ്റത്ത് കൊണ്ടുവച്ചിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ ഫുള്ള് ഈ ചെതുമ്പലൊക്കെ ആയോ പിന്നെ അതൊക്കെ വൃത്തിയാക്കി എടുക്കുന്ന മെനക്കേടല്ലേ. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ കൊണ്ടുവച്ചിട്ടാണ് വൃത്തിയാക്കുന്നത്. എന്നിട്ട് തന്നെ ആ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡിലൊക്കെ നന്നായിട്ട് ചെതുമ്പലും ഒക്കെ തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് അടുക്കളയിലോട്ട് കൊണ്ടുപോയത്. മുമ്പ് ഇതേപോലെ ഒരു ഐഡിയിൽ നിന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് വരുമായിരുന്നു, ഇതേപോലെ ചാളമീനൊക്കെ മത്തിയാണോ ചാളയാണോ അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്ന വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കാണിക്കണമെന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ മീൻ വൃത്തിയാക്കുമ്പോൾ അത് ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് കാണിച്ചു പോകുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കാണാമല്ലോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ എല്ലാവർക്കും ഒന്നും താല്പര്യം കാണത്തില്ല. പിന്നെ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ വീഡിയോ തന്നെ ചെയ്യുന്നത്. മുമ്പൊക്കെ ഞാൻ ഇതേപോലെ വേറെ കണ്ടൻറ്റൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ബ്യൂട്ടി റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ മിക്സായിട്ടൊക്കെ ഇടുമായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ ഈ ഒരു രീതിയിലുള്ള വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മാറിയൊന്നും ചെയ്യണ്ടല്ലോ. ഇതാകുമ്പോൾ എനിക്കിഷ്ടവും ഇതാണ്, ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ്. എനിക്കിങ്ങനെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലെ ജോലികളും നടക്കും, പിന്നെ സൈഡിൽ കൂടെ വീഡിയോയും കൂടെ എടുത്തിട്ടിരുന്ന സമയം പോലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തങ്ങ് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് തന്നെ ഇടുന്നത്. പിന്നെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടം ഇല്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാണ്ടെന്നൊന്നും ആരും കമൻറ്റൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ അങ്ങ് തുടർന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മീനൊക്കെ ഒരുവിധം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ മീൻ എടുത്ത് വൃത്തിയാക്കിയിട്ട് വേറൊരു പാത്രം എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡും കത്രികയും കത്തിയും പിന്നെ ഈ ഒരു പാത്രവും മീനും എല്ലാം എടുത്തുകൊണ്ട് വരേണ്ടതുകൊണ്ട് വേറെ പാത്രവും കൂടെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ എടുത്തുകൊണ്ട് വന്നെങ്കിൽ ഇത് വൃത്തിയാക്കിയിട്ട് ആ പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ചട്ടിയും കാണും എടുത്തുകൊണ്ട് വന്നെങ്കിൽ അതിലോട്ടങ്ങ് വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് പിന്നെ തിരിച്ചു പോയി പിന്നെ അടുക്കളയിൽ നിന്ന് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ മീൻ വൃത്തിയാക്കി ഇതിൽ തന്നെ അങ്ങ് ഇടുവാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് എന്തായാലും ഒരു 4-5 മീനെങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ആ മീൻ കയ്യിലോട്ട് പറക്കി എടുത്തിട്ട് വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് അടുക്കളയിലോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ ഞാൻ മീനെല്ലാം വെളിയിൽ പൈപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് അടുക്കളയിലോട്ട് കൊണ്ടുപോകുന്നത്.
അപ്പോൾ അടുക്കളയിൽ വെച്ച് എല്ലാ മീനും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ സിങ്കിൻ്റെ അടുത്തൊക്കെ ഇട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര കഴിയാലും ആ ഒരു സ്മെല്ല് അടുക്കളയിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഇതിലെ വേസ്റ്റ് വെള്ളം എല്ലാം വെളിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് മീൻ അടുക്കളയിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ കുറച്ച് മീൻ നേരത്തെ വൃത്തിയാക്കിയത് അടുക്കളയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഒരുമിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അടുക്കളയിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മീനെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഭയങ്കര ചെതുമ്പലാണ് കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ ഇതേ കണക്ക് കണ്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടും ഇതിലൊക്കെ അവിടെ ഇവിടെയും ചെതുമ്പലിരിക്കും. അപ്പോൾ അതിനി കഴുകുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് നോക്കി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ തലയും കൂടെ കളഞ്ഞിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ വറുക്കാനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തലയും കൂടി ഇതേപോലെ ആ ഒരു ചെവള ഭാഗം മാത്രം കളഞ്ഞിട്ട് തലയും കൂടെ ഇങ്ങനെ എടുത്തിട്ട് മീൻ വറുക്കുവാണെങ്കിൽ കാണാനും ഒരു ഭംഗിയൊക്കെ ആയിരിക്കും. ഞാനിതിപ്പോൾ ഈ ഒരു മീൻ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്, മുളക് കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ മറ്റേ മീനുണ്ടല്ലോ, ആ തൊലി കളഞ്ഞ മീൻ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. തോനെ മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുവിധം വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് മീനെടുത്ത് അടുക്കളയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ആ ഒരു ചെതുമ്പലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോകാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സൈഡിൽ നിന്നുമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ കത്തി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്നും ചെതുമ്പൽ കളയുന്നുണ്ട്. അപ്പോൾ നമ്മളിതേപോലെ മീൻ വൃത്തിയാക്കുമ്പം ചെതുമ്പൽ തെറിക്കാതിരിക്കുക, ആ കത്തിയുടെ ആ ഒരു മൂർച്ചയില്ലാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് ചെതുമ്പൽ ഇളക്കുവാണെങ്കിൽ ഒരുപാട് തെറിക്കത്തില്ല. അപ്പോൾ ഞാൻ 2 മീനും നന്നായിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തൊലി കളയുന്ന മീൻ അത്യാവശ്യം തോനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം വൃത്തിയാക്കി എടുത്തായിരുന്നു. അപ്പോൾ അതേ 2 മീനും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിതേപോലെ മീനൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോഴാണല്ലോ അതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് കൂടുതലും കിട്ടുന്നത്. പലയിടമൊക്കെ ആയിരിക്കുന്ന മീനൊക്കെ വാങ്ങിച്ചത് തന്നെ നമുക്കതൊന്നും എടുക്കാനോ വയ്ക്കാനോ ഒന്നുമുള്ള ഒരു സ്വാതന്ത്ര്യവും കാണത്തില്ല. ഇവിടെ പിന്നെ ഇപ്പോൾ ഞാൻ തന്നെ വെച്ചോളാന്ന് പറഞ്ഞാൽ അമ്മയൊന്നും അതിലിടപെടാനോ അല്ലെങ്കിൽ ഒന്നിനും വരത്തില്ല. അപ്പോൾ എൻ്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് തന്നെ എനിക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ തൊലിയെല്ലാം കളഞ്ഞ മീനിൽ ഞാൻ മസാല പുരട്ടിയായിരുന്നു. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ പുരട്ടി വെച്ചിട്ട് ഇന്നത്തേക്ക് വേണ്ടുന്ന എടുത്തിട്ട് ബാക്കി ഞാനൊരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചായിരുന്നു. അപ്പോൾ എല്ലാ മീനും കൂടെ വറുത്താലും ഒന്നാമത്തെ കാര്യം ഇവിടെ എല്ലാവരും ഇത് കഴിക്കത്തില്ല, അതാണ് പ്രശ്നം. എല്ലാവരും കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എടുത്ത് വറുക്കുകയും കറി വയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ആരും കഴിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് പിന്നെ എല്ലാം കൂടെ വറുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വറുക്കാനായിട്ട് എടുത്തിട്ട് ബാക്കി അപ്പോഴും തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ ഇന്നിവിടെ വെണ്ടയ്ക്കയാണ് വിഴുക്ക് വരട്ടുന്നത്. അപ്പോൾ അതിനുള്ളതും കൂടെ എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും വെണ്ടയ്ക്കയൊക്കെ എടുത്തു. പിന്നെ മീൻകറി മുളകിട്ട് വെക്കാനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഒക്കെ എടുത്തു. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും എടുത്തങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അതേ മീൻ വറുക്കാനായിട്ട് പുരട്ടി വെച്ചു. പിന്നെ കറി വെക്കാനുള്ള മീൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ വെണ്ടയ്ക്കൊക്കെ കറി വെക്കാനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറിക്കും ഒക്കെ വേണമല്ലോ. അപ്പോൾ മീൻ കറിക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഞാനൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു. എന്നിട്ട് മീൻ കറി വെക്കാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തതുകൊണ്ട് ഞാൻ ഫോണൊന്ന് ഓഫാക്കി വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഓൺ ആണോ എന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഓഫായിട്ട് ഇരിക്കുന്നത് കണ്ടത്. ഉടനെ പിന്നെ ഓൺ ചെയ്ത് വെച്ചു. അപ്പോൾ കടുകിട്ട് കഴിഞ്ഞ് ഇത്രയും സാധനങ്ങളൊന്നും ഇട്ട് വഴറ്റി, അത്രേ ഉള്ളൂ. അത് പിന്നെ വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് ഒരുവിധം വാടി വരുമ്പോഴത്തേക്കാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ എൻ്റേതായ രീതിയിലൊന്നും കറി വയ്ക്കുവാണ്. അമ്മയൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ മീനിൽ കുറച്ച് പൊടികളൊക്കെ തേച്ച് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് വെച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വടക്കൻ പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചത്. നമുക്ക് ഏത് പുളിയാണെങ്കിലും ഇടാം. ഇവിടെ ഇപ്പം എല്ലാ പുളിയും ചേർക്കാറുണ്ട്, മറ്റേ പുളിയും ചേർക്കാറുണ്ട്, പിന്നെ വടക്കൻ പുളിയും ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വടക്കൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളവും പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എത്രത്തോളം വെള്ളം വേണം, ലൂസായിട്ട് കറി ഇരിക്കണം, അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീനൊന്ന് വറുക്കാനായിട്ട് വെക്കാനാണ്.
അപ്പോൾ ഞാൻ നേരത്തെ ആ കാണിച്ച മീൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കറി വെക്കാനായതുകൊണ്ട് തന്നെ അതൊന്ന് 2 പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തിളച്ച് വന്നതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ അപ്പുറത്ത് മീൻ വറുക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തായിരുന്നു. പിന്നെ ഇതേ തിളച്ച് വരുന്ന ഈ കറിയിലോട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് 2 പീസാക്കി എടുത്തതുകൊണ്ട് തന്നെ കുറച്ചധികം മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മീനും ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. മീൻ കറി നമ്മൾ എപ്പോഴും ഇളക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മീനൊക്കെ പൊടിഞ്ഞു പോകും. ഈ ഒരു മീനാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് മീനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൈ വെച്ച് തന്നെ ആ ഒരു മസാലയൊന്നും ഇങ്ങനെ ചുറ്റിച്ച് മീനിലോട്ട് പിടിപ്പിച്ചിട്ട് അടച്ചിട്ടിരുന്നാൽ മതി. അപ്പോഴത്തേക്കും പിന്നെ മീനൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒരു 2-3 സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മീൻ ഇവിടെ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ കറിയൊക്കെ ആയി വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല പറയുന്നത്, അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. ഞാൻ ഇതേപോലെ മുളക് കറി അധികമായിട്ട് അങ്ങനെ വെക്കാറില്ല. ഞാൻ കൂടുതലും തേങ്ങ അരച്ച കറി, മീൻ കറി ആണെങ്കിൽ തേങ്ങ അരച്ച മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ മുളക് കറി വെച്ചിട്ടും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയും ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് ഒരു സവാള ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളകും അരിഞ്ഞിട്ടും. അപ്പോൾ അതും വേഗത്തിലൊന്ന് മെഴുക്ക് വരട്ടി എടുക്കാമല്ലോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് ഞാൻ പിന്നെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ തിരിച്ചിടാൻ കുറച്ചൊന്ന് പാടുപെട്ടായിരുന്നു. എന്നാലും മീൻ പൊടിഞ്ഞൊന്നും പോയില്ല. എനിക്കിതേപോലെ മീൻ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പൊടിയാതെ തന്നെ തിരിച്ചിട്ടും. പിന്നെ അപ്പോഴത്തേക്ക് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ചിലപ്പം മെഴുക്ക് വരട്ടുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാറുണ്ട്. ഇന്ന് ഞാൻ മഞ്ഞളൊന്നും ഇടാതെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറു തീയിലൊരു 10 മിനിറ്റൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഇത് വെന്ത് റെഡിയായി വരും. ആ ഒരു സമയത്ത് കുറച്ച് തേങ്ങ തിരികെയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുന്നു. അപ്പോൾ ഇന്ന് കറിയായിട്ടുള്ളത് മീൻ കറിയും മീൻ വറുത്തതും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയതും പിന്നെ ഒരു മോരും കൂടെ കാച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വേറെ കറി, ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ചൂരമീൻ്റെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ മീനിൻ്റെ കറിയൊന്നും ആരും അങ്ങനെ ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് മീനൊന്നും ഇവിടെ എല്ലാവരും ഒന്നും കഴിക്കാറില്ല. എനിക്ക് പിന്നെ കുറച്ച് ഇങ്ങനത്തെ മീനൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട് കറിയൊക്കെ വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ വീടായതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുമല്ലോ. വല്ലവരുടെയൊക്കെ വീട്ടിൽ വല്ലവരുടെ ഇഷ്ടങ്ങളല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ മോര് കാച്ചുന്നതെന്ന് വെച്ചാൽ തേങ്ങയുടെ അരപ്പ് അരയ്ക്കാത്ത ഒരു മോരാണ് കേട്ടോ. അപ്പം മിക്സിയിലോട്ട് തൈരും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മോര് കാച്ചാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാള ഉള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഈ മോരിന് ആവശ്യത്തിന് എത്രത്തോളം ഉപ്പ് വേണം അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മോരൊക്കെ ആയതുകൊണ്ട് തന്നെ തൈരിന് പുളിയല്ലേ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത്, എണ്ണ കുറവാണെന്ന് തോന്നിയപ്പം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരിഞ്ഞിട്ട് കൊടുത്തും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴത്തേക്ക് നേരത്തെ അരച്ച് വെച്ച് ആ മോരിൻ്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തേങ്ങ അരച്ചില്ലെന്നും പറഞ്ഞ് ഒരു ടേസ്റ്റ് കുറവും ഇല്ല, നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി ചോറൊക്കെ കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റുള്ള മോരാണ്. ഇപ്പോൾ തേങ്ങയൊന്നും ഇട്ടില്ലെന്നും പറഞ്ഞ് ആ ഒരു ടേസ്റ്റ് കുറവും കാര്യവും ഒന്നുമില്ല. അപ്പോൾ ഈ മോര് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാലിന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലേക്ക് അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വഴിയിലൊക്കെ ഇങ്ങനെ വെള്ളം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കിയത്. ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പാലിന് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും പാലിന് പോകാനുള്ള സമയമാവും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പാലൊക്കെ വാങ്ങിയത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. അപ്പോൾ ലഞ്ച് ബോക്സ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയതാണ്. അപ്പോൾ അത് ഇന്ന് മോര് കാച്ചിയതുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതും ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക വിഴുക്കുരട്ടി ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല, എനിക്ക് നന്നായിട്ട് കറികളൊക്കെ വെക്കാനായിട്ട് അറിയാം. അതിപ്പോഴേ അല്ല, ഒരുപാട് കാലം മുമ്പേ എനിക്ക് കറികളൊക്കെ വെക്കാനായിട്ട് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം ഇതൊക്കെ വെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ.
അപ്പോൾ അതൊക്കെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാഞ്ഞത്. പിന്നെ കാശി അംഗൻവാടിയിൽ വിളിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പാലും കൂടെ തിളപ്പിച്ച് ജൂനിയർ ഹോർലിക്സ് ഒക്കെ ഇട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടാണ് കാശി അംഗൻവാടിയിലോട്ട് വിളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം വാങ്ങിച്ച ജൂനിയർ ഹോർലിക്സ് വാനിലയുടെ ഫ്ലേവർ ആയിരുന്നു. അത് ഞാൻ പിന്നെ വാങ്ങിച്ചപ്പം ചോക്ലേറ്റിൻ്റെ വാങ്ങിച്ചു. അപ്പോൾ എല്ലാ ടേസ്റ്റും വ്യക്തിക്ക് അവർക്ക് കഴിക്കാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ ജൂനിയർ ഹോർലിക്സ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ രാവിലെ ആ മീൻ വൃത്തിയാക്കിയതിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് പുറമൊക്കെ കഴുകി ഒന്ന് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് കാശി അംഗൻവാടിയിലോട്ട് വിളിക്കാനായിട്ട് പോയത്. അപ്പോൾ ഈ ഒരു അയ്യത്തെ മരങ്ങളൊക്കെ നന്നായിട്ട് മുറിച്ച് കളഞ്ഞത് കൊണ്ട് തന്നെ അംഗൻവാടിയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ കാശി അംഗൻവാടിയിൽ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ.